നമസ്കാരം. രണ്ട് കാര്യം വിശദീകരിക്കാനാണ് ഇപ്പോൾ ലൈവിൽ വന്നത്. ഒന്നൊരു വലിയ നുണപ്രചാരണം 2 ദിവസമായി ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അത് അയോധ്യയുടെ പേരിൽ ആവേശം കൊള്ളുന്ന ദളിത് പിന്നോക്ക വിഭാഗക്കാർ അത്ര അഹങ്കരിക്കേണ്ടതില്ല. കുറച്ചു കാലം മുമ്പ് വരെ അവർ ഇതുപോലെയുള്ള ഒരമ്പലത്തിലും അവർക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. 1950 ഭരണഘടന അംബേദ്കർ ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇവർക്കൊക്കെ അമ്പലത്തിൽ പോകാൻ അവസരം ഉണ്ടായത്. അതുകൊണ്ട് ആ ഭരണഘടനയുടെ ഇത് ഉണ്ടായിരുന്നില്ലെങ്കിൽ, അംബേദ്കർ ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഭരണഘടനയിൽ ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം അനുവദിച്ചിരുന്നില്ലെങ്കിൽ ഇവർക്കാർക്കും അമ്പലത്തിൽ പ്രവേശിക്കുവാൻ കഴിയുമായിരുന്നില്ല. അയോധ്യയുടെ പേരിൽ ആവേശം കൊള്ളേണ്ടി വരുമായിരുന്നുമില്ല എന്നാണ് ചില ദളിതവാദികൾ എന്നവകാശപ്പെടുന്ന, ദളിത സംരക്ഷകർ എന്ന് അവകാശപ്പെടുന്ന ആൾക്കാർ പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം. അതാണ്, അതിനെക്കുറിച്ചാണ് പറയാനുള്ള ഒരു കാര്യം. മറ്റൊന്ന്, വി.ഡി. സതീശൻ, നമ്മുടെ പ്രതിപക്ഷ നേതാവ് കേരളത്തിൻ്റേത്, ഗാന്ധിജിയെ കൊന്ന ആൾക്കാരുടെ ഒപ്പമല്ല രാമൻ, വേറെ ചിലരുടെ ഒപ്പമാണ് എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, അയോധ്യ ഭരണഘടന ഉണ്ടായതിന് ശേഷമാണ് ഇവർക്കൊക്കെ, പിന്നോക്കക്കാരെന്ന് പറയപ്പെടുന്നവർ, ദളിതർ എന്ന് പറയപ്പെടുന്നവർക്കൊക്കെ അമ്പലത്തിൽ കയറാൻ അവസരമുണ്ടായത് എന്ന വലിയ നുണ പറയാൻ ഒരു ഉളുപ്പുമില്ലാതെ ദളിതവാദികളെന്ന് പറഞ്ഞ ചില ആൾക്കാർ പ്രചരിപ്പിക്കുന്ന, ഇനി അവർ തന്നെയാണോ, അവരുടെ പേര്, ആ പേരിൽ ഉള്ള വ്യാജേന കമ്മ്യൂണിസ്റ്റുകളും ജിഹാദികളുമാകാനാണ് സാധ്യത. കാരണം ദളിതവാദികളെന്ന് പറയുന്ന ആൾക്കാരൊക്കെ കുറേ അധികം പേർക്ക് ഇപ്പം വെളിവുണ്ടായിക്കഴിഞ്ഞു. അവരിപ്പോൾ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകളുടെ അടിമകളായിരുന്നു, മറ്റൊരു കാലത്ത് ജിഹാദികളുടെ അടിമകളായിരുന്നു, അടുത്ത കാലം വരെ. ഇപ്പോൾ അവരൊക്കെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കാനും ഒക്കെ തുടങ്ങിയപ്പോഴാണ് ഈ രണ്ട് കൂട്ടരും തങ്ങളെ വഞ്ചിക്കുകയായിരുന്നു എന്ന് മനസ്സിലായത്. അത്തരം വഞ്ചിക്കപ്പെട്ടവരോടും വഞ്ചിക്കപ്പെടാതെ സ്വതന്ത്രമായി ചിന്തിക്കുന്നവരോടും പറയാനുള്ള ഒരു കാര്യം, ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ പിന്നോക്കക്കാർ എന്ന് പറയപ്പെടുന്ന ദളിതർ എന്ന് പറയപ്പെടുന്നവർക്ക് അവസരം ഉണ്ടായത് ഭരണഘടന ഉണ്ടായതുകൊണ്ടല്ല. ഭരണഘടന ഉണ്ടാവുന്നതിനും എത്രയോ മുന്നേ, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യവും 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും ഒക്കെ നമ്മുടെ നാട്ടിലെ സന്യാസിമാരും ഋഷിമാരും നവോത്ഥാന നായകരും ഒക്കെ ചേർന്നാണ് എല്ലാ വിഭാഗം ആൾക്കാർക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ചതും അനുവദിക്കാൻ വേണ്ടി പണിയെടുത്തതും ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചതും. പുലയ സമുദായത്തിൽപ്പെട്ട ആൾക്കാരടക്കം കേരളത്തിൽ ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ, 20-ാം നൂറ്റാണ്ടിലല്ല, 19-ാം നൂറ്റാണ്ടിൽ ക്ഷേത്രം സ്ഥാപിച്ചിട്ടുണ്ട്. അതൊന്നും ആ ക്ഷേത്രങ്ങളൊക്കെ ഇന്നും നമ്മുടെ കൊച്ചു കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ആ ക്ഷേത്രത്തിൽ പ്രവേശനം മാത്രമല്ല, ആരാധന മാത്രമല്ല, ക്ഷേത്ര സ്ഥാപനം തന്നെ പുലയ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ നടത്തിയിട്ടുണ്ട്. പിന്നല്ലേ മറ്റു സമുദായങ്ങൾ, ഈഴവരാതി മറ്റ് സമുദായങ്ങളിലുള്ളവരുടേത് നിൽക്കട്ടെ, അതിലും ഏറ്റവും പിന്നോക്കം എന്ന് പണ്ട് പറഞ്ഞിരുന്നൊരു സമുദായമാണല്ലോ പുലയ സമുദായം. ആ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ സ്ഥാപിച്ച ക്ഷേത്രം ഇന്നും കേരളത്തിലുണ്ട്. അതൊക്കെ ഭരണഘടന ഉണ്ടാവുന്നതിന് 3/4 നൂറ്റാണ്ട് മുൻപാണ് എന്നുള്ള കാര്യം ഈ ദളിതരുടെ പേരിൽ കണ്ണീരൊഴുക്കുന്ന വിഡ്ഢികൾക്ക് അറിയാത്തതാണോ, അവരറിഞ്ഞിട്ടും നിങ്ങളെ പറ്റിക്കാൻ ഉപയോഗിക്കുകയാണോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, അവർ പറയുന്നത് ഭരണഘടന എഴുതിയ അംബേദ്കർ ശ്രീരാമനെയും ശ്രീകൃഷ്ണനെയും ഒക്കെ എതിർത്തുകൊണ്ടായിരുന്നു ജീവിച്ചത്. രാമനും കൃഷ്ണനുമൊക്കെ കൊള്ളരുതാത്തവരാണെന്ന് അംബേദ്കർ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് എന്നൊരു നുണയും അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഭരണഘടന ഇല്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്നതൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നും. അവരോട് ചോദിക്കാനുള്ള ഒരു സംശയം, ചോദിക്കാനുള്ള ഒരു കാര്യം, അതേ അംബേദ്കർ എഴുതിയ ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് കോപ്പിയിൽ ഇതേ രാമൻ്റെയും കൃഷ്ണൻ്റെയും ഫോട്ടോയുണ്ട്. സീതയെ വീണ്ടെടുത്ത് പുഷ്പക വിമാനത്തിൽ വരുന്ന സീതാരാമന്മാരുടെ ഭരണഘടന അംബേദ്കർ തയ്യാറാക്കിയ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിൽ എങ്ങനെയാണ് കൊള്ളരുതാത്ത രാമൻ്റെ പടം കൊള്ളരുതാത്തതാണെങ്കിൽ ആ രാമൻ്റെ പടം എങ്ങനെയാണ് വന്നത്? അംബേദ്കർ എങ്ങനെയാണ് അതിനെ അനുവദിച്ചത്? അതേപോലെ കൃഷ്ണൻ കൊള്ളരുതാത്ത ആളാണെങ്കിൽ എങ്ങനെയാണ്
ഗീതോപദേശം നടത്തുന്ന ശ്രീകൃഷ്ണൻ്റെ ചിത്രമുണ്ട് ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് കോപ്പിയിൽ. എങ്ങനെയാണ് വന്നത്? ഈ മതേതര ഭരണഘടനയിൽ രാമനും കൃഷ്ണനും ഒക്കെ എങ്ങനെയാണ് വന്നത്, അതെങ്ങനെയാണ് അംബേദ്കർ അനുവദിച്ചത് എന്ന് പറയാൻ ഈ നുണ പറഞ്ഞ് പ്രചരിപ്പിച്ച് ദളിതവാദികളുടെ പേരിൽ കണ്ണീരൊഴുക്കുന്ന എല്ലാ വിഭാഗം ആൾക്കാരെയും വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ ഉത്തരം പറയേണ്ടതാണ്. അതാണ് ഒരു കാര്യം. രാമനും കൃഷ്ണനും കൊള്ളരുതാത്തതായിരുന്നുവെങ്കിൽ അവർ ഭരണഘടനയിൽ എങ്ങനെ വന്നു, ഭരണഘടനയുടെ ഡ്രാഫ്റ്റ് കോപ്പിയിൽ എങ്ങനെ വന്നു എന്ന് ഈ നുണപ്രചാരണം നടത്തുന്നവരിൽ ആരെങ്കിലും മാന്യന്മാരുണ്ടാകാൻ സാധ്യത കുറവാണ്. എങ്കിലും ചോദിക്കണം. അല്പം മാന്യതയോ ഉളുപ്പോ അല്ലെങ്കിൽ മാതാപിതാക്കളെക്കുറിച്ച് അഭിമാനമൊക്കെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഗുരുക്കന്മാരെക്കുറിച്ച് ആർക്കെങ്കിലും അഭിമാനമുണ്ടെങ്കിൽ ദയവായി ഈ രാമനും കൃഷ്ണനും ഭരണഘടനയിൽ വന്നത് എങ്ങനെയാണ് എന്ന് പറയണം. അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന നുണ പിൻവലിക്കാൻ സാധ്യതയില്ല. ഇവർ നുണയാണ് പറയുന്നത് എന്ന് ഈ ദളിതർ എന്ന് പറയപ്പെടുന്ന, പിന്നോക്കം എന്ന് പറയപ്പെടുന്ന സമൂഹത്തിൽ പെട്ടവരെങ്കിലും നിങ്ങളെ ചതിക്കുകയാണ്. നിങ്ങളുടെ ചോര ഊറ്റി കുടിച്ച് സമ്പത്തുണ്ടാക്കാൻ ശ്രമിക്കുന്ന ചില കപട നേതാക്കന്മാരും ബുദ്ധിജീവികളുമാണ് നിങ്ങളെ പണ്ടുകാലം തൊട്ടേ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന അതേ ആൾക്കാർ ഇപ്പോഴും നിങ്ങളെ വഞ്ചിക്കുകയാണ് എന്ന് തിരിച്ചറിയണം. നിങ്ങൾ എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ സ്വയം ദളിതർ എന്ന് പറയുന്നത് കൊണ്ടാണ്. അങ്ങനെ പറയാൻ എനിക്കിഷ്ടമുണ്ടായിട്ടല്ല. അതാണ് ഒരു കാര്യം. അതുകൊണ്ട് ഭരണഘടന വന്നതുകൊണ്ടല്ല എല്ലാ വിഭാഗം ആൾക്കാരും ക്ഷേത്രത്തിൽ പ്രവേശിച്ചത്. ഏത് വിഭാഗം ആൾക്കാർക്കും പൂജിക്കാൻ അവസരം ഉണ്ടായത്. ആർക്കും ഇഷ്ടം പോലെ ക്ഷേത്രം സ്ഥാപിക്കുവാനൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടായത് നമ്മുടെ ഗുരുക്കന്മാർ കാരണമാണ്. മറ്റൊന്ന് വി ഡി സതീശൻ പറഞ്ഞ കാര്യമാണ്. ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട പായിച്ചവരോടൊപ്പമല്ല രാമൻ എന്നാണ്. ആയിക്കോട്ടെ, ഇനി അതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഗാന്ധിജിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട പായിച്ച അതായത് ഗോഡ്സെ കോൺഗ്രസ്സുകാരനായിരുന്നു എന്ന കാര്യം വി ഡി സതീശൻ എന്തിനാണ് മറച്ചു വെക്കുന്നത് എന്ന് പറയണം. ഒരു കാര്യം. രണ്ടാമതൊരു സംശയം, ഗാന്ധിജിക്ക് വെടിയേക്കും ഗാന്ധിജിയെ കൊല്ലും എന്നറിഞ്ഞിട്ടും ബോംബെറിഞ്ഞ് ഗാന്ധിജിയെ കൊല്ലാൻ 1948 ജനുവരി മാസം 20-ാം തീയതി ഗാന്ധിജിയെ കൊല്ലാൻ ബോംബേറ് നടത്തി. അതറിഞ്ഞിട്ടും ഗാന്ധിജിക്ക് നേരെ ബോംബേറ് നടന്നിട്ടും വധശ്രമം നടന്നിട്ടും എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് കാവലേർപ്പെടുത്താതിരുന്നത്? ആ കാവലേർപ്പെടുത്താതിരുന്ന കപടന്മാരായ നേതാക്കന്മാരോടൊപ്പമാണോ ഗാന്ധിജിയുടെ രാമൻ എന്ന് അറിയാൻ താല്പര്യമുണ്ട്. അതിനോടൊപ്പമാണോ രാമൻ എന്നറിയാൻ താല്പര്യമുണ്ട്. ഈ രാജ്യത്തെ കൊള്ളയടിച്ച് ഒരു കുടുംബം മുഴുവൻ സമ്പത്തുണ്ടാക്കി രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ സ്വന്തം കുടുംബത്തിൻ്റെ സ്വത്ത് പോലെ കരുതിയിരുന്ന കള്ളന്മാരോടൊപ്പമാണോ ഗാന്ധിജിയുടെ രാമൻ എന്ന് അറിയാൻ താല്പര്യമുണ്ട്. 5000-ഓളം സിഖുകാരെ തലകീഴായി കെട്ടിത്തൂക്കി കത്തിച്ചും വെട്ടിയും കുത്തിയും കെട്ടിയിട്ട് അരിഞ്ഞും കൊന്ന കോൺഗ്രസ്സുകാരോടൊപ്പമാണോ ഗാന്ധിജിയുടെ രാമൻ എന്ന് അറിയാൻ താല്പര്യമുണ്ട്. അധികാരത്തിന് വേണ്ടി ഗാന്ധിജിയുടെ വാക്കിനെ പുല്ലുപോലെ വലിച്ചെറിഞ്ഞ് ഭാരതത്തെ വിഭജിച്ച ആൾക്കാരോടൊപ്പമാണോ ഗാന്ധിജിയുടെ രാമൻ എന്നറിയാനും താല്പര്യമുണ്ട്. വി ഡി സതീശന് ഈ ചരിത്രമൊക്കെ അറിയുമായിരിക്കുമല്ലോ. അദ്ദേഹം വലിയ പണ്ഡിതനാണ്, അറിവുള്ള ആളാണ്, ചരിത്രം പഠിച്ച ആളാണ്, പ്രതിപക്ഷ നേതാവാണ്, വക്കീലാണെന്നും തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഖദറിനുള്ളിൽ അല്പമെങ്കിലും ഗാന്ധി ഉണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യത്തിന് ഒരു ഉത്തരം കിട്ടേണ്ടതുണ്ട്. ആരോടൊപ്പമാണ് ഗാന്ധിജിയുടെ രാമൻ? ഗാന്ധിജിയെ കൊന്ന ഗോഡ്സെ എന്ന കോൺഗ്രസ്സുകാരനോടൊപ്പമാണോ? ഗാന്ധിജിയെ പുറങ്കാലുകൊണ്ട് അടിച്ചു പുറത്താക്കുന്നത് പോലെ നിങ്ങൾ പറയുന്ന ആദർശമൊന്നും പ്രവർത്തനത്തിൽ കൊണ്ടുവരാൻ കൊള്ളുന്നതല്ല എന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റുവിനോടൊപ്പമാണോ? അത് ആശാസ്യമല്ല. താങ്കൾ പറയുന്ന വികസന രീതിയൊന്നും താങ്കൾ എഴുതിയ പുസ്തകം കോൺഗ്രസ് ചർച്ച ചെയ്യുന്നത് പോലും ആശാസ്യമല്ല, അതൊരു അനാശാസ്യമായ ഏർപ്പാടാണ് എന്ന് പറഞ്ഞ കോൺഗ്രസ് ഭരണാധികാരിയോടൊപ്പമാണോ ഗാന്ധിജിയുടെ രാമൻ എന്നറിയാൻ താല്പര്യമുണ്ട്. ഇതൊക്കെ സതീശന് അറിയാവുന്ന കാര്യമാണല്ലോ, അദ്ദേഹം പറയേണ്ടതുണ്ട്. അതല്ല നുണ പറയുന്ന, എപ്പോഴും നുണ പറയുകയും വർഗീയത പ്രചരിപ്പിക്കുകയും അതിലൂടെ വോട്ട് പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സതീശൻ്റെ കോൺഗ്രസിനോടൊപ്പമാണോ ഗാന്ധിജിയുടെ രാമൻ എന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഈ 2 കാര്യം, ഈ വർഗീയത വിറ്റ് ജീവിക്കാൻ ശ്രമിക്കുന്ന സതീശൻ്റെ കയ്യിൽ നിന്നൊരു ഉത്തരം, അല്ലെ കോൺഗ്രസ്സുകാരുടെ കൈകളിൽ നിന്നൊരു ഉത്തരം, ഈ ദളിതരെന്ന് പറയുന്നവരുടെ ചോര കുടിച്ച് തടിക്കുന്ന, അട്ടകളായി ജീവിക്കുന്ന,
ദളിത നേതാക്കന്മാരെന്ന് പറയുന്ന ബുദ്ധിജീവികൾ, ദളിതവാദികളെന്ന് പറയുന്ന ബുദ്ധിജീവികൾ, അഥവാ അവർക്ക് വേണ്ടി പറയുന്ന കമ്മ്യൂണിസ്റ്റുകളും ജിഹാദികളും ഇതിന് ഉത്തരം പറയണം. ഏത് ഭരണഘടനയുടെ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് പുലയ സമുദായത്തിൽപ്പെട്ടവരടക്കമുള്ളവർ ക്ഷേത്രം പ്രതിഷ്ഠിച്ചത്, ആ പുലയ പറയ സമുദായത്തിൽപ്പെട്ടവർ സന്യാസിമാരായത്, ആശ്രമങ്ങൾ സ്ഥാപിച്ചത്, ഭാരതത്തിലെമ്പാടും കേരളത്തിൽ പ്രത്യേകിച്ചും സ്ഥാപിച്ചത് ഏത് ഭരണഘടനയുടെ ബലത്തിലാണ് എന്ന് പറയാൻ അല്പമെങ്കിലും നിങ്ങളുടെ വാക്കുകളിൽ നിങ്ങൾക്ക് ചരിത്രബോധമുണ്ടെങ്കിൽ പറയണം. ഇല്ലെങ്കിൽ ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ചോര കുടിച്ചിങ്ങനെ തടിച്ചു കൊഴുത്ത് സമ്പത്തുണ്ടാക്കി നിങ്ങളും കുടുംബവും അധികാരവും സമ്പത്തും നേടണമോ? ഇവരുടെ ഈ തോളത്ത് കയറി ഇരുന്ന് ഈ ചെവി തിന്നുന്ന ഏർപ്പാട് അവസാനിപ്പിച്ചു കൂടെ? ദളിതന്മാരുടെ പേരിൽ കണ്ണീരൊഴുക്കുന്ന മുതലക്കണ്ണീരൊഴുക്കുന്ന പോരാ കഴുതക്കണ്ണീരൊഴുക്കുന്ന ഈ ദളിത ബുദ്ധിജീവികൾ ഇതിനുത്തരം പറയണം എന്നഭ്യർത്ഥിക്കുന്നു. ഇല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ദളിത നേതാക്കന്മാരുടെ പിന്നാലെ നടന്ന് ആയുസ് പാഴാക്കിയ, ദളിതവാദികളുടെ വാക്ക് കേട്ട് നിങ്ങളുടെ ബുദ്ധി കെട്ടുപോകാൻ സ്വയം നിന്നുകൊടുത്ത ദളിതർ എന്ന് പറയപ്പെടുന്നവർ, പിന്നോക്കം എന്ന് പറയപ്പെടുന്നവർ ഈ കള്ളന്മാരിൽ നിന്ന് സ്വാതന്ത്ര്യം നേടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.